ഗായ്സ്, ഇതൊരു സൂമാണ്. അപ്പോൾ കണയെന്ന് പറയുന്ന ഒരു മരം കണ്ടു. അപ്പം ഓരോ ബേഡ്സിനായാലും അനിമൽസിനായാലും അത് എത്ര ആണ്ട് അവിടെ ചെന്നിട്ടുണ്ടെന്നും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഇതിൻ്റെ അകത്ത് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഞാനിത് വോയിസാണ് കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ അടുത്തൊരാൾ ഇരിപ്പുണ്ട്. അപ്പം പുള്ളിക്കാരി ഭയങ്കര കരച്ചിലാണ്. അപ്പം വോയിസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പുള്ളിക്കാരി കളിക്കാനായിട്ടൊക്കെയുള്ള പരിപാടികൾ. അപ്പോൾ നമ്മൾ ഇത് ഏത് മ്യൂസിയമാണെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കണം. ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാമെന്ന് തോന്നുന്നുണ്ട്. എന്നാലും അറിയാമെന്നുള്ളവർ കമൻറ്റ്സ് ചെയ്യുക. പിന്നെ ഇത് മൂങ്ങയാണ്. ഇത്രയും വലിയ മൂങ്ങ ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല കേട്ടോ. ഞങ്ങളുടെ നാട്ടിലൊക്കെ കുഞ്ഞു മൂങ്ങയാണ് കണ്ടിട്ടുള്ളത്. ഞങ്ങളുടെ നാട്ടിലൊന്നല്ല, പല മ്യൂസിയത്തിൽ ഞാൻ പോയിട്ടുണ്ട്. പക്ഷേ അവിടെ എങ്ങും ഇങ്ങനത്തെ ഒരു മൂങ്ങ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഐസും കാര്യങ്ങളും എല്ലാം, അത് ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് കാണാവുന്നതാണ്. അപ്പം ഇനി അങ്ങോട്ടുള്ളത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇനം ഒക്കെ കാണാം. ഇത് മുള്ളൻപന്നിയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഒരുപാട് വയസ്സായതാണ്. കാണുമ്പോൾ തന്നെ അറിയാം, മുള്ളൊന്നും അധികമില്ല. 2 പേരെ ഉള്ളെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. അപ്പം ഇതൊരു മരമാണ്, വൃക്ഷമാണ്. പിന്നെ ഇവിടുത്തെ നമ്മൾ ഈ മ്യൂസിയത്തിൽ കയറണമെങ്കിൽ ഒരാൾക്ക് ടോക്കൺ ടിക്കറ്റ് 20 രൂപയാണ് കേട്ടോ. അപ്പം ഇത് നരിയാണോ കുറുക്കനാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല. അതും അറിയാവുന്നവരൊന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. എന്നിട്ട് നമ്മളല്ല നരിച്ചേട്ടനെ പക്ഷെ അവിടെ എഴുതി വെച്ചിരിക്കുന്ന കുറുക്കനെന്നാണ്. പക്ഷേ ഓൾറെഡി എനിക്ക് തോന്നുന്നു, കണ്ടിട്ട് നരിയെ കണക്കാണ് തോന്നുന്നത്. കുറുക്കനൊക്കെ കൂടെ പൊക്കവും വാലൊക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത്. അറിയത്തില്ല, എൻ്റെ ഒരു ഒപ്പീനിയനാണ്. പിന്നെ നമ്മളിതിൻ്റെ അകത്ത് അപ്പം അതിൻ്റെ ഡീറ്റെയിൽസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ വെച്ചാൽ ഒരുപാട് ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതിൻ്റെ ഒന്നും പേരും കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടാ. നമ്മൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതന്നേ ഉള്ളൂ. പക്ഷേ അടിപൊളി ഒരു ആംബിയൻസ് ആണ് അതിനകത്ത് കയറുമ്പോഴത്തേക്ക്. പിന്നെയെന്ന് വെച്ചാൽ അവിടെ കൂടുതലായിട്ടും കാണപ്പെടുന്നതെന്ന് വെച്ചാൽ ഇതേ കണക്കത്തെ ചെടിയാണ്. പിന്നെ മാനുകളുണ്ട്, പല തരത്തിലുള്ള മാനുണ്ട്. കലമാനുണ്ട്, പുള്ളിമാനുണ്ട്, പിന്നെ ഏത് മാനുണ്ടെന്ന് വെച്ചാൽ എനിക്കറിഞ്ഞൂടാ, അതിൻ്റെ പേരെനിക്ക് അറിഞ്ഞൂടാ. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ അതിൻ്റെ വയസ്സും ആയുസ്സും ഒക്കെ അതിനകത്ത് ക്രെഡിറ്റ് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെയെന്ന് വെച്ചാൽ ഇതാണ് കലമാൻ. ഞാനൊക്കെ കൊച്ചിലെ പറയണ കലമുള്ള മാനാണ് കലമാൻ. പക്ഷെ അങ്ങനെയല്ല, അതിൻ്റെ കൊമ്പിൻ്റെ എന്തോ ഇതാണെന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല. പിന്നെ ഒരു കുട്ടി മാനും ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു പ്രസവിച്ച് കഴിഞ്ഞിട്ട് തോന്നാൻ നാളൊന്നും ആയിട്ടില്ല. പിന്നെ നമ്മളിങ്ങോട്ട് നടന്ന് വന്നപ്പോഴത്തേക്കും വേറൊരു വേറൊരു മാൻ പ്രസവത്തിന് കിടക്കുന്നതായിട്ട് കണ്ടു. പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മൾ ആടിനെയൊക്കെ അല്ലേ പ്രസവിക്കുന്നത് കണ്ടിട്ടുള്ളൂ. അതിന് ജലദോഷമായിട്ടാണ്. പിന്നെ ഇങ്ങോട്ട് പോയാൽ നമുക്ക് ഹിപ്പോപ്പൊട്ടാമസിനെ കാണാം. ഇവർ കലമാനാണെന്ന് തോന്നുന്നു, എനിക്ക് മനസ്സിലായില്ല. കലമാൻ തന്നെ തോന്നുന്നു, കലമാൻ തന്നെ. വീഡിയോ എടുത്ത് വെച്ചിട്ട് പിന്നെ വോയിസ് കൊടുക്കുമ്പോഴാണ് ഇതെന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാവുന്നത്. അന്ന് ജസ്റ്റ് കണ്ട് വീഡിയോ എടുത്ത് വെച്ചു. പിന്നെ എന്തെന്ന് വെച്ചാൽ എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഇത് ഹിപ്പോപ്പൊട്ടാമസ്. ഇവരൊക്കെ 2 പേർക്കും പേരുണ്ട് കേട്ടോ. അത് ഞാൻ ഈ ഇതിലോട്ട് എഡിറ്റ് ചെയ്യുന്നുണ്ട്. ഒരു പേരെന്ന് വെച്ചാൽ ഞാൻ ജനിക്കുന്നതിന് മുമ്പേ ഉള്ളൊരു ഹിപ്പോപ്പൊട്ടാമസ് ഉണ്ട്. ഒന്ന് രശ്മി, ഒന്ന് പോപ്പി. ഈ രശ്മി എന്ന് പറയുന്ന ആൾ ഞാൻ ജനിക്കുന്നതിന് മുമ്പേ ഉള്ളതാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു അവിടെ കൊണ്ടുവന്നിട്ടുള്ള ഡേറ്റ ആണെന്ന് തോന്നുന്നു. അപ്പം അവർ 2 പേരും എപ്പോഴും അവരെന്നല്ല, ഈ ഹിപ്പോപ്പൊട്ടാമസ് എപ്പോഴും അവർക്ക് വെള്ളം വേണം. പിന്നെ ഈ വെള്ളത്തിൻ്റെ കരയിൽ, അത് അവിടെയല്ല കേട്ടോ, കുറച്ചും കൂടെ ഇങ്ങോട്ട് പോകുമ്പോൾ വെള്ളത്തിൻ്റെ കരയിലോട്ട് കുറേ ആമക്കുട്ടികൾ മുയൽ മുയലല്ല മുതല
അപ്പോൾ പിന്നെ ഇങ്ങോട്ട് വന്നപ്പോൾ ഇതൊക്കെ എന്തൊക്കെ ജീവിയാണെന്ന് എനിക്കറിയത്തില്ല. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ വയ്യാത്ത മാൻ. പിന്നെ മിക്കുള്ളതും എനിക്ക് തോന്നുന്നു മാനാണ് കൂടുതലായിട്ട് ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കൊച്ചിയിലെ രാജാക്കന്മാർ ഉപയോഗിക്കുന്ന വഞ്ചി അതാണ് എന്നാണ് അവർ പറയുന്നത്. ഒരു നല്ലൊരു വൈബ് തന്നെയായിരുന്നു. പിന്നെയെന്ന് വെച്ചാൽ ഒട്ടക പക്ഷിയാണെന്ന് തോന്നുന്നത്. എനിക്കറിഞ്ഞൂടെ എന്തരാണെന്ന്. ഒട്ടക പക്ഷി അല്ലെന്ന് തോന്നുന്നുണ്ട്, എനിക്കറിയത്തില്ല. നിങ്ങളും എല്ലാവരും ഇങ്ങനെ ഈ വീഡിയോസൊക്കെ എടുക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ അന്തം വിട്ട് നോക്കി ഇവരൊക്കെ എന്താ വേറെ പണിയൊന്നുമില്ലേ എന്നുള്ള രീതിയിൽ അവർ നോക്കുന്നത് കേട്ടോ. അപ്പം ഞാനും കട്ട പോസ്റ്റൊക്കെ ആയിട്ട് അവരെ മുമ്പിലൊക്കെ വീഡിയോ എടുക്കാമെന്നൊക്കെ വിചാരിച്ചപ്പോൾ അവർ വലിയ ഗമയിലിരിക്കുന്നു. പിന്നെ ഞാൻ എന്തോ ചെയ്ത് വീഡിയോ ഒക്കെ ഓഫ് ചെയ്ത് ഞാൻ എൻ്റെ കാര്യം നോക്കിയപ്പോൾ ഇവിടെ നല്ല മാംസബുക്കുകളുണ്ടെന്ന് പറഞ്ഞ് വിചാരിച്ചായിരുന്നു. അപ്പോൾ ഇവിടെ കിടക്കുന്നത് സിംഹമാണ്. സിംഹത്തിന് വയ്യാതെ കിടക്കണമെന്ന് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ അടുത്ത് ഫുഡും കാര്യങ്ങളും ഇരിക്കുന്നത് കഴിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു പുലിച്ചാരങ്ങനെ അങ്ങോട്ട് നടക്കുകയാണ് കേട്ടോ. എന്തോന്ന് ചെയ്യണമെന്നറിയാൻ വയ്യാതെ. പക്ഷേ ഫുള്ള് ആൾക്കാർ ഈ പുള്ളിക്കാരനെ കാണാനാണെന്ന് തോന്നുന്നു ഫുള്ള് ആൾക്കാരും വന്നിരിക്കുന്നത്. അത് കണ്ടപ്പോഴേ എനിക്ക് തോന്നി ഭയങ്കര ആളായിരുന്നു അതിൻ്റെ അടുത്തൊന്നല്ല, ഇങ്ങനെ ജസ്റ്റ് ദൂരെ. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഒരാളും കൂടെ കിടപ്പുണ്ട്, കാണത്തില്ല. പിന്നെ ഇത് നമ്മുടെ കുരങ്ങച്ചന് താഴെ ഫുഡൊക്കെ ഇട്ടെടുത്ത് അതൊന്നും തിന്നാതെ ആൾക്കാരെയും വായി നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. പക്ഷെ നല്ലൊരു വൈബാണ്. നമുക്കൊന്ന് റിലാക്സ് ആവാനും നമുക്കൊന്ന് സോമില്ല നമ്മളെവിടെയെങ്കിലുമൊക്കെ നമ്മൾ ഒന്ന് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴൊക്കെ ഒന്ന് റിലാക്സ് ആവാനൊക്കെ നല്ലൊരു വൈബാണ്. പോയിട്ടില്ലാത്തവരൊന്നും ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാമെന്ന്. പിന്നെ ഇത് എന്തരാണെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. ഇത് സ്വർണ്ണക്കോഴി അങ്ങനെ എന്തുകൊണ്ടാണെന്ന് എഴുതിയിരിക്കുന്നത്. അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു, എനിക്കത്ര അറിയാറില്ല. പിന്നെ സ്വർണ്ണക്കോഴി തന്നെ തോന്നുന്നു എഴുതി വെച്ചിരുന്നത്. പിന്നെന്താ പറയുക, പിന്നെ മയിലുണ്ടായിരുന്നു, വിവിധ തരം പാമ്പുകളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ഈ വീഡിയോയിലോട്ട് ആഡ് ചെയ്യാം. നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കാണുക.